റിയാസ്, അപ്പം ജനസംഖ്യയുടെ 15% ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ഉണ്ടാക്കാൻ കഴിയും എന്നൊരാശയം പറയുകയാണ്. അത് കേരളം പോലെ ബഹുസ്വരതയുള്ളൊരു നാട്ടിൽ ഇത് എത്ര കണ്ട് അംഗീകരിക്കപ്പെടുമെന്നാണ് റിയാസ് കരുതുന്നത്? ഹലോ, നമസ്കാരം. നമസ്കാരം. അതൊരു തോന്നലാണ്. ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സംഘടനാ രൂപവും അവരുടെ കാഴ്ചപ്പാടും ഒക്കെ നമ്മൾ കേരളത്തിലെ ജനങ്ങളൊന്നും അത് പ്രതീക്ഷിക്കണമില്ല, അത് സ്വപ്നം കാണണമില്ലാത്ത ആൾക്കാരാണ്. സാധാരണക്കാരാണ്, എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരാണ് കേരളത്തിൽ താമസിക്കുന്നത്. കാരണം ഞാനൊരു പെയിന്ററാണ്. എന്റെ കഞ്ഞിക്കലത്തെ മുട്ടുന്ന എന്തെങ്കിലും വിഷയം വരികയാണെങ്കിൽ ഞാൻ അതിന് പ്രതികരിക്കുകയും ചെയ്യും. അതിന് എന്താണ് തടയാൻ പറ്റുക അതും ചെയ്യും. അതിനുള്ള മാന്യമായ രീതിയിൽ ഞാൻ പെരുമാറുകയും. എനിക്ക് ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ SNDPയും NSUം കൂടെ ഒന്നിച്ചതിനോട് എനിക്ക് താല്പര്യം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം ഇവർ രണ്ടുപേരും ഒന്നിക്കുക എന്നുള്ളതല്ല. മൊത്തം എല്ലാ ആൾക്കാരെയും, അതായത് ഓരോ സംഘടനകളെ എല്ലാവരും കൂടെ വെച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നല്ലൊരു സംഘടനയായിട്ട് മുന്നോട്ട് പോകാനാണ് ഏറ്റവും ബെറ്റർ. അല്ലാതെ എല്ലാ മതവിഭാഗങ്ങളും സമൂഹ വിഭാഗങ്ങളും എല്ലാം ഒന്നിച്ചു കൂട്ടായി പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും ഒക്കെ പോകുന്ന ഒരു നല്ല കേരളം വേണം എന്നാണ് റിയാസ്. റിയാസ് പെയിന്റിംഗ് തൊഴിലാളിയുമാണ് അല്ലേ? അതെ, ഞാനൊരു സാധാരണക്കാരാണ് സാർ. പക്ഷെ അങ്ങയുടെ ആശയം മഹത്തായ ആശയമാണ്. അതിന് ഞാൻ പൂർണ്ണമായി പിന്താങ്ങുന്നു. അല്ലാതെ സാറേ ഈ രണ്ട് ഇതില് സാറേ എനിക്കൊരു 2 സെക്കൻഡ് കൊടുക്കാനാണ്. ഒരു 1-2 സെക്കൻഡ്. ഇവര് ഈ രണ്ടുപേരും മാത്രം പോകുമ്പോ എന്താണെന്നറിയോ, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അതിനോടൊരു ബുദ്ധിമുട്ടും യോജിക്കാനുള്ള ആ പോരായ്മയും അവര് ഒറ്റപ്പെട്ടു പോയെന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ അവർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് തോന്നണതാണ്. എല്ലാ സാധാരണക്കാർക്കും തോന്നുന്ന പോലെ തന്നെ അവർക്കും തോന്നുന്നതാണ് എന്റെ വിശ്വാസം. അപ്പൊ അവരെയും കൂടെ എല്ലാവരും കൂടെ, അതായത് ഒരു ടീമായിട്ട്, ഒരൊറ്റ ടീമായിട്ടാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. അതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് ഏറ്റവും അടിയുന്നല്ല, അങ്ങനെ അടിയും മേളിയൊന്നുമില്ല, ഒറ്റ ലെവലിൽ. അതായത് ഒരൊറ്റ, നമ്മളിപ്പോ ഒരു കയറ് കെട്ടിയാണെങ്കിൽ അറ്റകുറ്റം എന്നുള്ള 2 സൈഡേ നമ്മൾ പറയാറ്. എന്ന് പറഞ്ഞാൽ ഈ കയറിന്റെ തോരണം കെട്ടണ പോലെ തന്നെ. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. ഇപ്പൊ ഡേവിഡ് വിജയ് എന്നോട് ഇപ്പം പള്ളുരുത്തിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീ ഡേവിഡ് വിജയ്, ഇവിടെ നോക്കൂ, എനിക്ക് തന്നെ ഇതൊരു അല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. ഇവർ പറയുന്നത് മദീനയിൽ ഒരു ആദർശാധിഷ്ഠിത മാനവിക ബഹുസ്വര രാഷ്ട്രമുണ്ടായിരുന്നു. അവിടെ മുസ്ലിം 15% ഉണ്ടായിരുന്നുള്ളൂ. ചരിത്രത്തിലെ എക്കാലത്തെയും സമാനതകളില്ലാത്ത ഒരു റിപ്പബ്ലിക്കിൻ്റെ ഭരണാധികാരിയായിരുന്നു ഉമറുൽ ഫാറൂഖ്. ആ കാലത്ത് മുസ്ലിം ജനസംഖ്യ അവിടെ 4% താഴെയായിരുന്നു. അപ്പോൾ ഇസ്ലാമിൻ റിപ്പബ്ലിക്കിനെ വിമർശിക്കാൻ തയ്യാറാകുന്നവർ അതിനെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് ഇത് വന്നാൽ ഇതാണ് യഥാർത്ഥമായ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീ ഡേവിഡ് വിജയ്, ഇത് കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹം ഇതിലേക്ക് അടുക്കാൻ സാധ്യതയുണ്ടോ? അവരിത് ഒരു സാധ്യതയില്ല. കാരണം ഇവിടെ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി സോഷ്യൽ മീഡിയ ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സാമൂഹിക പരിഷ്കർത്താക്കള്, അതായത് അദ്ദേഹത്തിന് ആരിഫ് ഹുസൈൻ തെരുവത്ത് എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ പേര് ഇങ്ങനത്തെ ഇടുങ്ങിയ ചിന്താഗതിക്ക് എതിരായിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ജമാഅത്തെ ഇസ്ലാമി നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ശരിയാണ്, ഞാൻ ഇന്ന് വർക്ക് ചെയ്യുന്ന കാലത്ത് ചെറിയൊരു കാലഘട്ടത്തിലേക്ക് അവരെ നിരോധിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ നിങ്ങളൊരാളുമായിട്ട് തർക്കിച്ചാൽ ശരിയല്ല, കുറച്ച് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉണ്ടായിരുന്നു കുറച്ച് ആ കാലഘട്ടത്തിൽ, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം. അപ്പൊ ഇവിടെ കുറച്ച് വയസ്സായ വ്യക്തികൾ വലതും വിളിച്ചു പറയും. അത് ഇത്ര വലിയ കാര്യമാക്കാനൊന്നുമില്ല. ഇപ്പൊ കാന്തപുരം ഉസ്താദ് അദ്ദേഹം പ്രായമായെങ്കിലും അദ്ദേഹം വളരെ സെൻസിറ്റീവായിട്ട് ഇപ്പോഴും സംസാരിക്കുന്നു. കാശ്മീർ എന്ന് പറഞ്ഞ സംസ്ഥാനം നടപ്പാകാൻ പോകുന്നില്ല. ഞാൻ ശ്രീ ഡേവിഡ് വിജയ്, ഞാൻ അതൊന്നും കൂടി പരിശോധിക്കുകയായിരുന്നു. ഇത് എമർജൻസി കാലഘട്ടത്തിൽ ഉള്ള പൊതുവെ എല്ലാവരെയും ബാൻ ചെയ്തതിന്റെ കൂട്ടത്തിൽ ബാൻ ചെയ്തതാണോ, അതോ ഇവരെ ഒറ്റയ്ക്കായിട്ട് ബാൻ ചെയ്തതാണോ? ഇവര് ഒറ്റയ്ക്കായിട്ട് തന്നെ ബാൻ ചെയ്താണെന്ന് എന്റെ ഓർമ്മ. അല്ല, പക്ഷെ എനിക്ക് കിട്ടുന്നത് നേരെ തിരിച്ചാണ്. അന്ന് ഈ 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരെയും ബാൻ ചെയ്തിരുന്നല്ലോ. അത് അടിയന്തരാവസ്ഥ നോക്കണ്ട, അടിയന്തരാവസ്ഥ കാലം അങ്ങനെയായിരുന്നല്ലോ. അതിനുശേഷം എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, കരീം എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഞാൻ ഒരു സെയിൽസ് ഫീൽഡിലായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പം ഒരു സ്ഥലത്ത് പറഞ്ഞത്, ഇപ്പൊ അവർ അവിടെ ഇവിടെയൊക്കെ സ്ഥലം പൊക്കി തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത് അത് 83 സംതിങ്ങിലാണ്, 85 കാലഘട്ടത്തിലാണെന്നാണ് എന്റെ ഓർമ്മ കേട്ടോ. ഏതായാലും പക്ഷെ വേറൊരു സമയം ഈ ജമ്മു കാശ്മീർ ഘടകത്തെ ബാൻ ചെയ്തതായി ചില വിവരങ്ങൾ എനിക്ക് കിട്ടി. അതുകൊണ്ട് അല്ല, എന്തായാലും ഇങ്ങനെ ഇടുങ്ങിയ ചിന്താഗതികളും നല്ലതല്ല. അതിപ്പോ ഇവിടെ മറ്റുള്ളവരിപ്പോ കണ്ടില്ലേ, ഹൈന്ദവ സമൂഹം തന്നെ
അതിനൊന്നും ഉൽപ്പത്തി എവിടെയെന്ന് നമുക്ക് അറിയാനൊക്കില്ല. കാരണം അത് നമ്മൾ അതറിയാത്തതുകൊണ്ടാണ്, ഇതറിയാത്തതുകൊണ്ട്. ഞാൻ അറിയാൻ ശ്രമിക്കുന്ന ഒരുത്തനെ, ഞാൻ ദ്വാരകാ ക്ഷേത്രത്തിലൊക്കെ പോകുന്നതാണ്. അല്ലാതെ നിസാറും ഞാൻ വിശ്വസിക്കുന്ന ഈ ക്രിസ്ത്യാനിറ്റി മാത്രമേ ശരിയുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നത്. അതുപോലെ യഥാർത്ഥ കമ്മ്യൂണിസത്തിന്റെ പിന്നിൽ ഒരു ദൈവികത്വം ഉണ്ടെന്ന് വിചാരിക്കുന്നവനാണ് ഞാൻ. ഇപ്പോഴത്തെ ഈ കമ്മ്യൂണിസം അല്ല കേട്ടോ, ക്ഷേത്രം കൊള്ളയുന്ന പരിപാടിയൊന്നുമല്ല എന്റെ കാലഘട്ടത്തില്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ പ്ലീസ്, ഒന്ന് ഓടി. നേരത്തെ ഒരു ചങ്ങായി എന്റെ പേര് പറഞ്ഞല്ലോ, എന്താ അത്? അല്ല, അങ്ങേ പുകഴ്ത്തിയതാണ്. അങ്ങയോട് വിളിച്ചു ചോദിച്ചാൽ അത് കുറെ കൂടെ വിശദമായി പറഞ്ഞു തരുന്ന പറഞ്ഞു എന്നോട്. അത്രേ ഉള്ളല്ലേ? അപ്പൊ അങ്ങേക്ക് ആരാധകരെണ്ണം വർദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. താങ്ക് യു. അത്രയെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ പറയുന്നത്. അതെ. ഓക്കെ. അപ്പം കിഷോർ കോന്നി എന്നോടൊപ്പം ചേരുന്നു. മനു, നല്ല വിഷയം എന്ന് പറയുന്നു. കക്കറാട്ട് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, പക്ഷേ ഇന്നലെ ഞാൻ കക്കറാട്ടിനെ കണ്ടില്ലല്ലോ, അത് കാണാത്തത് കൊണ്ടാണോന്ന് അറിയില്ല ബ്രോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കൈയൊക്കെ, അപ്പം ഞാനും കൈ അങ്ങോട്ട് കാണിക്കുന്നു. VC തോമസ് പറയുന്നു, കേരളത്തിൻ്റെ മനസ്സ് മതേതരത്വം ആര് വന്നാലും തകരില്ല എന്നാണ് VC തോമസിൻ്റെ നിലപാട്. ഓക്കെ. അരുന്ധതി കോലംപറമ്പത്ത് എന്നോട് പറയുന്നു ഹായ് നമസ്കാരം എന്ന് പറയുന്നു. സുനിൽകുമാറുണ്ട്, നമസ്കാരം എന്ന് പറയുന്നു. സഞ്ജു പറയുന്നത് ആര് ജയിച്ചാലും ഈ നാട് നന്നാവില്ല. നമ്മൾ അങ്ങനെ ഒരു പിന്തിരിപ്പൻ നയം സ്വീകരിക്കേണ്ട സഞ്ജു. ആര് ജയിച്ചാലും നന്നാകില്ല എന്നല്ല. കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ എത്ര ബഹുദൂരം മുന്നോട്ട് നടന്നു. നമ്മളിവിടുന്ന് ചന്ദ്രനിലേക്ക് വരെ നമ്മുടെ റോക്കറ്റുകൾ വിക്ഷേപിച്ച് അവിടെ സോഫ്റ്റ് ലാൻഡിങ് നടത്താൻ കഴിയുന്ന ഒരു രാജ്യമായി മാറി. കാളവണ്ടികൾ അപ്രത്യക്ഷമായി, വലിയ കെട്ടിടങ്ങൾ വന്നു. നമ്മൾ വികസനം എന്ന രീതിയിൽ വലിയ തോതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോഴും ആര് ജയിച്ചാലും എനിക്കൊരു ഗുണമില്ല എന്ന് പറയുന്നിടത്ത് നിന്ന് നമ്മളും കൂടി ഇതിൻ്റെ ഭാഗവാക്കാവുകയും ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നവരെ കൊണ്ട് കൃത്യമായി ഈ ജോലി ചെയ്യിക്കുകയും അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും അതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് നമ്മൾ ഈ പൊതുവേദിയെ കാണുന്നത്. അതിലാളുകൾ പ്രതികരിക്കുന്നു. ഇതും പല രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. പലരും ഇത് എന്നോട് വിളിച്ച് ഇതിൻ്റെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജനങ്ങൾ ശ്രദ്ധിക്കുന്നു, ജനപ്രതിനിധികൾ ശ്രദ്ധിക്കുന്നു, ജനത്തിൻ്റെ മൂഡ് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് കഴിയാവുന്നിടത്തൊക്കെ പ്രതികരിച്ച് നല്ലൊരു നാളേക്ക് വേണ്ടിയുള്ള കൂട്ടായ ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.